ഗുജറാത്തിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ അഹമ്മദ് പട്ടേലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പറയുകയാണ് ഞങ്ങളുടേതാണ് പട്ടേലെന്ന്. സത്യത്തിൽ പട്ടേലിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയതും ഇത്രയും വലിയ ആളായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തത് BJP ആണെന്നും പറയുന്നു. സത്യത്തിൽ എന്താ ഇവിടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്? കോൺഗ്രസ്സിന് അതൊന്നും ഒരു വിഷയമല്ല. പട്ടേൽ അവരുടെയാണ്, ശരി, എടുത്തോ. പട്ടേലിൻ്റെ ഇപ്പോൾ അവരുടെ AICC സമ്മേളനത്തിൽ വെച്ച ബാക്ക് ഡ്രോപ്പിൽ രണ്ട് വ്യക്തികളേ ഉള്ളൂ. ഒന്ന് മഹാത്മാഗാന്ധിയും മറ്റൊന്ന് പട്ടേലും. എവിടെ പോയി ബാക്കി നേതാക്കളൊക്കെ? ഇവരുടെ നെഹ്റു എവിടെ പോയി? ഇന്ദിരാഗാന്ധി എവിടെ പോയി? രാജീവ് ഗാന്ധി? ഇതൊന്നുമില്ല. ഒരറ്റത്ത് മഹാത്മാഗാന്ധിയും മറ്റേ അറ്റത്ത് പട്ടേൽ. അത് ഇപ്പോഴാണ് അവർക്ക് പട്ടേലിനെ ഓർമ്മ വരുന്നത്. ബട്ട് ഓക്കെ, പട്ടേൽ നിങ്ങളുടെയാണ്, പട്ടേൽ എല്ലാവരുടെയാണ്, ആർക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. ഇതൊന്നുമല്ല വിഷയം. ഇവരവിടെ വിശാല AICC കൂടിയിട്ട് എന്ത് പുഴുങ്ങാൻ പോവുകയാണ്? എന്താണ് അവരുടെ ഉദ്ദേശം? അവരുടെ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ആ ഒരു കുടുംബമാണ്. എല്ലാ കോൺഗ്രസ്സുകാരും സമ്മതിക്കും, ദ ഫാമിലി ഹാസ് ടു ഡിസൈഡ്. ഇപ്പോൾ ഫാമിലി തീരുമാനിക്കുന്ന കാര്യം, അപ്പോൾ ഇവർക്ക് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനൊന്നുമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് മുഴുവൻ നമ്പർ 10 ജനപഥത്തിൽ സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനിക്കും. ഈ വിശാല AICCക്ക് അർത്ഥമില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, പ്രിയങ്ക ഗാന്ധി അതിൽ പങ്കെടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി എവിടെ? അവരുടെ വലിയ പ്രസ്റ്റീജായിരുന്ന വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ പോലും ആ സ്ത്രീയെ കണ്ടില്ല. രാഹുൽ ഗാന്ധി സംസാരിച്ചു പോലും ഇല്ല, പക്ഷെ വോട്ട് ചെയ്തു. പാതിരാത്രിക്ക് വന്ന് ബാത്റൂം സ്ലിപ്പറും ഒക്കെ ഇട്ടിട്ട് വോട്ട് ചെയ്തിട്ട് പോയി. ഇവർ വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല. അവരെവിടെ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടത്. അത് കാര്യമാക്കേണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കാര്യമാക്കേണ്ടെന്ന്. അവരില്ലാതെ എന്ത് കോൺഗ്രസ്? അപ്പോൾ ഇത് കോൺഗ്രസിനോട് ആദ്യം പൊതുജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, വേർ ഈസ് പ്രിയങ്ക ഗാന്ധി? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളെന്ന് പറയുന്നത് 3 പേരാണ്: സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അതിനപ്പുറം നിങ്ങൾക്ക് നേതാവില്ല. ഈ 3 പേര് അവരുടെ വീട്ടിൽ വെച്ചെടുക്കുന്ന തീരുമാനമാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതിന് ഇവർ പറയുന്നത് 2463 പേരെ ഞങ്ങൾ വിളിച്ചു കൂട്ടുന്നു. നിങ്ങൾ 10,000 പേരെ വിളിച്ചു കൂട്ടിയാലും ശരി, തീരുമാനം ഈ കുടുംബത്തിൻ്റെയാണ്. അതനുസരിച്ചാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗത്തെ കാണാനില്ല. ഇതാണ്, ഈ ചോദ്യത്തിനാണ് കോൺഗ്രസ് ഉത്തരം പറയേണ്ടത്. അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ കോൺഗ്രസിൻ്റെ ചില അനൗദ്യോഗിക വക്താക്കളുണ്ടല്ലോ, കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ല പറഞ്ഞാൽ അല്ല, ഇങ്ങനെയൊക്കെയുള്ളവർ ഇംഗ്ലീഷ് ചാനലുകളിൽ, ഹിന്ദി ചാനലുകളിലൊക്കെ പറയുന്നത് അവർക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി, അതുകൊണ്ട് പോയി എന്നാണ്. വാട്ട് ഈസ് ദാറ്റ് മെഡിക്കൽ എമർജൻസി? ഈ ഏപ്രിൽ 2-ാം തീയതിയാണ് അവരുടെ ലാസ്റ്റ് ട്വീറ്റ്. ആ ട്വീറ്റിൽ അവർ വയനാടിൻ്റെ കാര്യം എന്തുവാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മെഡിക്കൽ എമർജൻസിയിൽ പോയ ആൾ ആ സമയത്ത് വയനാടിൻ്റെ കാര്യം ഓർക്കുക എന്നൊക്കെ പറയുന്നത് അസ്വാഭാവികമാണ്. അതേസമയം ഈ വഖഫ് അമെൻമെൻറ്റിനെ പറ്റി ഒരക്ഷരം അവർ മിണ്ടിയിട്ടുമില്ല. അതിൻ്റെ ചർച്ച നടക്കുമ്പോഴെങ്കിലും പറയട്ടെ. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചില്ല. പുറത്തിറങ്ങിയിട്ട് രാത്രി 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വരുന്നു വഖഫ് അമെൻമെൻറ്റ് ബില്ലിന് എതിരായിട്ട്. അപ്പോൾ ആ ട്വീറ്റ് ഒന്നുകിൽ വേറെ ആരെങ്കിലും കൊണ്ട് ട്വീറ്റ് ചെയ്യിച്ചതായിരിക്കും, അല്ലെങ്കിൽ പകലേ എഴുതി വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ നോക്കുക. രാത്രി 2 മണിക്ക് ഇത് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ഷെഡ്യൂൾ യുവർ ട്വീറ്റ്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ട്വീറ്റ് ആയിരിക്കാം. എന്ത് വാങ്ങിക്കോട്ടെ, ദാറ്റ് ഇസ് എ റെസ്പോൺസ്. ബട്ട് പ്രിയങ്കയുടെ റെസ്പോൺസ് ഇവിടെ ഏറ്റവും അധികം വാർത്തകൾ പ്രിയങ്ക ഗാന്ധിയെ പറ്റി വന്നിരിക്കുന്നത് അവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ മെഡിക്കൽ എമർജൻസിക്ക് അവർ പോയിരിക്കുകയാണ്. ഈ ബന്ധുവിനെ ശുശ്രൂഷിക്കാനായിട്ട് ബൈസ്റ്റാൻഡറായിട്ട് പ്രിയങ്ക ഗാന്ധി മാത്രമേ ഉള്ളൂ. ഒരു ബൈസ്റ്റാൻഡറുടെ ജോലിയാണോ മുഖ്യം, അതോ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെയുള്ള വോട്ടിംഗ് ആണോ മുഖ്യം, അതോ വിശാല CWC ആണോ മുഖ്യം? ഈ ജോലിയല്ലേ മുഖ്യം. ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത് ശരി, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഞാൻ അറിഞ്ഞിടത്തോളം അമേരിക്കൻ ആശുപത്രികളിലൊന്നും നിങ്ങളെ ബൈസ്റ്റാൻഡറാണെന്ന് പറഞ്ഞിട്ട് ബെഡിനടുത്ത് നിൽക്കാനൊന്നും സമ്മതിക്കില്ല. അവിടെ ആശുപത്രി കൊണ്ടുപോയാൽ അവർ നോക്കിക്കോളും, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. എന്തോ ഒരു റോസാപ്പ് വേണമെങ്കിൽ കൊടുക്കാനൊക്കെ ഏർപ്പാട് ചെയ്യും. ഇതാണ്.
അപ്പോൾ ഇതൊരു ദുരൂഹമായ പോക്കാണ്. ഞാനിത് പറയാൻ കാര്യം ഇത് ഇവർ മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും ജോലി ചെയ്ത ഇടയ്ക്കിടയ്ക്ക് നിന്ന നിപ്പിലങ്ങ് മുങ്ങും. ഇതെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഓഫ് കോഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇത് അറിയാമായിരിക്കും, അവരറിയാതെ പോകാൻ പറ്റില്ല. ബട്ട് ഇന്ന് വരെ മോദി അത് പറഞ്ഞ് ഇവരെ നാണം കെടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേറൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അടൽ ബിഹാരി വാജ്പേയി. പുള്ളിയുടെ 2 മുട്ടും കേടായി, 2 മുട്ടും മാറ്റി വയ്ക്കുന്നു. ഒരു അമേരിക്കയിലും പോയില്ല, ബോംബെയിലാണ് വെച്ചത്. വാജ്പേയിയോട് ചോദിച്ചപ്പോൾ വാജ്പേയി പറഞ്ഞു, എടാ എൻ്റെ 2 മുട്ടും പോയി. പുള്ളി ഇച്ചിരി തടിയൊക്കെയാണ്, വെയിറ്റൊക്കെ കൊണ്ട് നാശവിഷമായി 2 മുട്ടും മാറ്റി വയ്ക്കുന്നില്ല, അത് മാർഗ്ഗമില്ല. പുള്ളി ഡോക്ടർമാരോട് പറഞ്ഞു, ഇതിൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് കൊടുത്തു, എൻ്റെ സർജറി വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചു. പുള്ളിയുടെ കാൽസറായൊക്കെ പൊക്കി വെച്ച് മുട്ട് കണ്ടോളാം എൻ്റെ മുട്ട്, ഇപ്പോൾ അതിന് ഒളിച്ചു വയ്ക്കാൻ. പുള്ളി പറഞ്ഞു, എന്നെ ബോധം കെടുത്തുകയാണെങ്കിൽ എന്നെ തുണിയില്ലാതെ കാണിക്കരുത്, അത്ര ഒരു ദയ കാണിക്കും, ബാക്കി എന്ത് വേണമെങ്കിൽ കാണിച്ചു. ഇതെന്ത് ഒളിച്ചു വയ്ക്കാൻ? നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ ശരി, സുഖമില്ലാതുകൊണ്ട് എന്താ? ഞാനോ സിനിജിയോ സുഖമില്ലാതെ ഒന്ന് ആശുപത്രിയിൽ എത്താനുള്ള പാടാലോചിച്ചെങ്കിൽ വഴിയിലുള്ള സകലരുടെ അടുത്തും സമാധാനം പറയണം. നമ്മൾ എന്താണ് അസുഖം, എവിടെ പോയി, ഏത് ഡോക്ടറോട് പോയി, ഇതിനു മുമ്പ് ഇത് വന്നിരുന്നോ എന്നൊക്കെ ചോദിച്ച ആളൊക്കെ കൂടി 10-15 പേര് കൂടിയാണ് നമ്മളെ ആനയിച്ച് ആശുപത്രിയിൽ കൊണ്ട്. ആശുപത്രി പോകുമ്പോൾ റിസപ്ഷനിൽ ഈ വിവരം പറയണം. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ അവിടെ നമുക്ക് പരിചയമുള്ള ഒരാൾ അയാളുടെ അസുഖ വിവരം മുഴുവൻ നമ്മളോട് പറയും. കഴിഞ്ഞ മാസം ഞാൻ ഇതിലും വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും പുള്ളി. നമുക്ക് ഈ അസുഖമൊന്നും ഇതെന്താ, ഇത് എനിക്ക് സുഖമില്ല, എനിക്ക് പനിയാണെന്നുള്ളത് സിനിജി അറിഞ്ഞ് ആകാശിച്ചു വീഴുക. ശരി, അങ്ങനെയല്ല, ദാറ്റ് ഈസ് എ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. പിണറായി വിജയൻ എന്താ അസുഖം നമുക്കിപ്പോഴും അറിയില്ല. വാജ്പേയിയുടെ 2 മുട്ടും ലൈവായിട്ട് നമ്മൾ കണ്ടു. പിണറായി വിജയൻ ഇതുവരെ എന്താ അസുഖം എന്ന് പോലും നമുക്കറിയാമില്ല. എൻ്റെയും സിനിജിയുടെയും കാശ് എണ്ണി കൊടുത്തിട്ടാണ് ഈ മനുഷ്യൻ അമേരിക്കയ്ക്ക് പോകുന്നത്. എന്ത് രഹസ്യമാണിത്? എന്ത് വാങ്ങിക്കോട്ടെ, അത് രഹസ്യമായിട്ട് വയ്ക്കുന്നു. പക്ഷേ ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ഇന്നതാണ് കാര്യമെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ അതിനൊരു ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിനെ പ്രിയങ്ക ഗാന്ധി ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഗതികേട്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അങ്ങേരുടെ ഒരു ഇമേജ് ബിൽഡിങ് സംഗതിയൊക്കെ നടത്തിയിട്ട് പുള്ളിക്ക് കുറേ ഫോറിൻ കണക്ഷൻസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി പ്രസംഗിച്ച് ഈ അതേ പ്രസംഗം മമതാ ബാനർജി പ്രസംഗിക്കാൻ പോയി. എവിടെയായിരുന്നത്? നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിൽ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആർജിക്കർ സംഭവം ഉണ്ടല്ലോ, അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ ബഹളം വെച്ചു. മമതാ ബാനർജി ഞെട്ടിപ്പോയി. കാരണം രാഹുൽ ഗാന്ധി വന്ന് ഇതുപോലെ ഭാരതത്തിനെതിരെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ സൈലൻ്റായിട്ട് നിൽക്കുക, അതിനടുക്ക് പറയുക, അതിന് പറ്റിയ പ്രോത്സാഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, ഇതൊക്കെയാണ് അന്തരീക്ഷം. ഇത് കാശ് കൊടുത്തുണ്ടാക്കുന്ന അന്തരീക്ഷമാണെന്നുള്ളത് മമതയ്ക്ക് അറിയില്ല. അവർ വിചാരിച്ച് സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അവർക്ക് പറയാം നേടിക്കൊണ്ട് പോരാം. നടന്നില്ല. അവരെ കൂവി ജനം. നിങ്ങളിതിന് സമാധാനം പറ, നിങ്ങൾ ഒരു പെങ്കൊച്ചിൻ്റെ മാനം നഷ്ടപ്പെട്ട് കൊലപാതകം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കിടന്ന് ഉരുണ്ട് കളിച്ച് എന്താ എന്നൊക്കെ ചോദിച്ചു. അവരൊരു കണക്കിന് പ്രാണനും കൊണ്ട് മമതാ ബാനർജി രക്ഷപ്പെട്ടു. ഈ കളി കളിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അറിയാവുള്ളൂ. ഫോറിനിൽ പോയിട്ട് ഇതുപോലത്തെ അറേഞ്ച് ഡ്രാമയൊക്കെ നടത്തുക എന്ന് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ആ ഡ്രാമ തുടങ്ങിയിട്ടില്ല, താമസിയാതെ തുടങ്ങും. ഇനി അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കാനാണോ പോയിരിക്കുന്നത് അറിയില്ല. ഏതായാലും പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാരെ എന്ത് ചർച്ച ചെയ്യാൻ പോവുക, എന്താലോചിക്കാൻ പോവുക? ഇതിലും ഒക്കെ രസം, സിംഹത്തെ അതിൻ്റെ മടയിൽ ചെന്ന് നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതായത് നരേന്ദ്രമോദിയെ നേരിടാൻ ഗുജറാത്തിൽ പോകാൻ തീരുമാനിച്ചു. എനിക്കറിയാം ഗുജറാത്തിൽ നരേന്ദ്രമോദി ഇല്ല. നരേന്ദ്രമോദി ഡൽഹിയിലല്ലേ ഇരിക്കുന്നു, വർഷം എത്രയായി? ഗുജറാത്തിൽ അന്വേഷിച്ചു നരേന്ദ്രമോദിയെ നേരിട്ടിട്ട് വലിയ അങ്ങേരെ അവിടെ ഇല്ല. അങ്ങേരെ അവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രധാനമന്ത്രിയായിട്ട് വർഷം 11ആയി. ഇതൊന്നും ഇവരറിയുന്നില്ലേ? എന്തെല്ലാം വിഡിത്തങ്ങളാണ് എഴുന്നള്ളിക്കുന്നത് എനിക്കറിയില്ല. ഗുജറാത്തിൽ നിങ്ങളുടെ AICC സമ്മേളനം നടത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഭരണം കിട്ടാൻ പോകുന്നു. കിട്ടുന്നെങ്കിലും മേടിച്ചോ. ഇപ്പം ഗുജറാത്തിൽ എന്താ സംഭവിക്കും? ഗുജറാത്തിലെ BJP എന്തെങ്കിലും തടസ്സം ചെയ്തോ ഇവരുടെ സമ്മേളനത്തിന്? ഒന്നും ചെയ്തില്ല. കറണ്ട് കൊടുത്തു, പോലീസിന് പോലീസ് കൊടുത്തു, വെള്ളത്തിന് വെള്ളം, പന്തലിടാനുള്ള സ്ഥലം, സബർമതി ആശ്രമത്തിൽ പൊക്കോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന നദിയുടെ തീരത്ത് വിശാലമായ യോഗം നടത്തിക്കോ, അതിന് പോലീസ് സംരക്ഷണം വേണം, തരാം.
ഭക്ഷണത്തിൽ ഏർപ്പാട് ചെയ്യാം. ഇതെല്ലാം ഇപ്പം ജനാധിപത്യമല്ലേ. കോൺഗ്രസിൻ്റെ സമ്മേളനം ഗുജറാത്തിൽ നടന്നാലെന്താ, മഹാരാഷ്ട്ര നടന്നാലെന്താ, ആർക്കും എവിടെയും സമ്മേളനം നടത്താൻ അവകാശമുണ്ട്. ഈ സമ്മേളനം അലങ്കോലമൊക്കെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് CPM-ൻ്റെ പരിപാടിയാണ്. മറ്റവൻ്റെ സമ്മേളനത്തിൽ കയറി കച്ചറ ഉണ്ടാക്കുക, രാജ്യം നിൻ്റെ തന്തയുടെ വകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്ത ഡയലോഗ് അടിക്കുക. ഈ പരിപാടിയൊന്നും BJP ചെയ്യില്ല. അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ശരി, നിങ്ങളൊരു സമ്മേളനം നടത്തി നിങ്ങൾ രാജ്യം പിടിച്ചെടുക്കാൻ പോലും പിടിച്ചെടുത്തോ, വോട്ടിങ്ങിലൂടെ ആയിരിക്കണം, വോട്ട് ചെയ്ത് ജയിക്കണം, ഇത്രയേ ഉള്ളൂ. ഇതിന് ഒരു വഴിയും കോൺഗ്രസിൻ്റെ കയ്യിലില്ല, ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ കുടുംബം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേദവാക്യമാക്കിക്കൊണ്ട് സംഗതി അങ്ങ് മുന്നോട്ട് പോകും. ഇതാണ് ഇവരുടെ ഗുജറാത്ത് സമ്മേളനം. അല്ലാതെ പട്ടേലും അല്ല, നെഹ്റുവും അല്ല. പട്ടേലിനെ വേണം കോൺഗ്രസ്സുകാർക്ക്, ഇനി പ്രിയങ്ക ഗാന്ധിയെ വേണ്ട, അങ്ങനെ ആയിരിക്കും അല്ലേ? പട്ടേലിനെ ഒന്നും അവർക്ക് വേണ്ടാന്ന് എന്താ ഈ പറഞ്ഞു. അതിൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ച് ഇതുവരെ വേണ്ടായിരുന്നു അവർക്ക് പട്ടേൽ. ഇതുവരെ വേണ്ടായിരുന്നു. കേരളത്തിലെ ഏതെങ്കിലും സമ്മേളനത്തിൽ പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പട്ടേലിനെ ഓർമ്മ വന്നിട്ട് പട്ടേലിനെ ഇവർ ഫ്ലക്സിൽ കയറ്റി. അതുവരെ പട്ടേലില്ല. ഇനിയിപ്പം നരേന്ദ്രമോദി നോക്കിക്കോ, അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയെ എടുക്കും. അപ്പോൾ ഉടനെ ഒരു ശാസ്ത്രി ഞങ്ങളുടെ ശാസ്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ദേശീയ നേതാക്കളെയൊക്കെ ഇവർ പണ്ടേ വിസ്മരിച്ച് കഴിഞ്ഞു. ദേശീയ ഗാനം ചൊല്ലാറില്ല, ജനഗണമന ചൊല്ലാറില്ല, വന്ദേ മാതരം ഹറാമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ്സിൽ. എന്നിട്ട് മറ്റേ ആൾ എതിർത്തിട്ടും ഇതാക്കുന്ന കാണുമ്പോൾ, വലുതാക്കുന്ന കാണുമ്പോൾ അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. ഇത് നിങ്ങളുടെ ആണ്, ശരി, നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ എടുക്കണ്ടേ. അത് ചെയ്യുകയുമില്ല. കാരണം അവർക്ക് പ്രിയപ്പെട്ടത് ആകെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.